ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാനായിട്ട് അധികം സമയത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു പാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്കൊരു 2 ചെറിയ കഷ്ണം പട്ടയും ഒരു 3 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിന് പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 2 സവാള, മീഡിയം സൈസ് സവാള നേരിയതായിട്ട് സ്ലൈസ് ചെയ്തതും അതുപോലെ ഒരു 3-4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ അളവിന് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ വഴന്ന് വന്നാൽ മതി കേട്ടോ. ഈ സമയത്ത് നമ്മളിതിലേക്കൊരു 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല പൗഡർ ഉണ്ടല്ലോ, അതുകൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മളിതിലേക്കൊരു ചെറിയൊരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നീളത്തിൽ ഇതുപോലെ സ്ലൈസ് ചെയ്താണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിന് കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. കൂടാതെ നമ്മളിതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ അളവിന് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് അളവിന് പട്ടാണി ചേർക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ പീസ്, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് വേണമെങ്കിൽ ചേർക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഉണക്ക പട്ടാണി കിട്ടും, ഉണങ്ങിയത്, അത് കുതിർത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉണങ്ങിയ പട്ടാണി കുതിർത്ത് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രീൻ പീസാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. 1 കപ്പ് അളവിന് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുണ്ട്. കോളിഫ്ലവർ, അതുപോലെ തന്നെ ക്യാരറ്റ്, കുറച്ച് പൊട്ടറ്റോ, ഇത്രയും ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യാനുസരണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വളരെ കുറച്ച് വെള്ളം ഈ ഒരു വെജിറ്റബിൾസ് ഒന്ന് വെന്ത് കിട്ടാൻ അളവിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില, ഈ ഒരു വെജിറ്റബിൾസിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ച് വെക്കുകയാണ്. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും കേട്ടോ. ഈ വെജിറ്റബിൾസൊക്കെ തന്നെ നല്ല പോലെ കുക്കായി കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റൊന്നും ആയിട്ടില്ല, ഒരു 8 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കറിയൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ റൊട്ടി, നാണ് എന്ന് വേണ്ട ചോറിന് വരെ ഇത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.